അടുത്തൊക്കെ ഇത്ര അടുത്ത് കടുവ ഇത്ര അടുത്തൊക്കെ ഇരുന്നിട്ടുണ്ടെന്ന്. ഇത്ര അടുത്തൊക്കെ ഇരുന്നിട്ടുണ്ട്. ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഇരിക്കുന്നവൻ എണ്ണി നിന്നാ മതി. അല്ലെങ്കിൽ അവന്റെ കൂടെ സംസാരിക്കുക എന്തെങ്കിലും. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇന്ന് തൊട്ടടുത്ത് എത്തി. ഇത് 5 എണ്ണം ഒരുമിച്ച് ഉണ്ടല്ലേ? ഒരു ഫ്രെയിമില്. കേരളത്തിൻ്റെ സ്വന്തം പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് KSRTC ബസ്സിൽ നടത്തിയ യാത്രയായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. അത് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്തവണ കാടിനുള്ളിൽ ടൈഗർ ശ്രീനിവാസനൊപ്പം നമ്മൾ പോകുകയാണ്. ശ്രീനിവാസൻ ടൈഗർ ശ്രീനിവാസനായ ഒരു ചരിത്രമുണ്ട്, അത് കേൾക്കാം. കാടിനൊപ്പമുള്ള പറഞ്ഞാൽ തീരാത്തത്ര അനുഭവവും ഈ യാത്രയിലുണ്ട്. മുഴുവൻ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സ്ക്രാപ്പ് മാർക്കാണിത്. ഇന്നലത്തെ ഈ കാണുന്ന ചിലപ്പോൾ സ്ക്രാപ്പ് ചെയ്തിട്ട് ഇവിടെ സെൻഡ് മാർക്ക് ചെയ്ത് കാണും. ഈ മരത്തിൽ സ്പ്രേ മാർക്ക് പറയും. ഈ കളറാണ് അതിൻ്റെ. ഈ ഒരു കളർ കാണുന്നത് ഒരു ഫംഗസ് പോലെ ഇവിടെ. ഇതാണ് അത് സെൻഡ് മാർക്ക് ചെയ്യുന്നത്. അതിങ്ങനെ സ്ഥിരം ഒരേ മരത്തിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതങ്ങനെ ആവും. അതാണിങ്ങനെ. അതിൻ്റെ ഒരു ടെറിട്ടറിയനാണ്. ഇന്നലത്താണ്. ഇത് ഫ്രഷാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഫ്രഷ് ആയതുകൊണ്ട് ഇത് സ്ഥിരം ഒരു ലെപ്പേർഡായാലും ഒരു കടുവായാലും ഒരു ടെറിട്ടറിയൻ ഉണ്ടാവും ഒരു മെയിലിന്. ലെപ്പേർഡിനുണ്ട്. ലെപ്പേർഡൊക്കെ ടൈഗറിനുണ്ട്, ആനയ്ക്കുണ്ട്, എല്ലാത്തിനുണ്ട്. ഒരു കാട്ടുപോത്തായാലും അതിനുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു മെയിൽ ടെറിട്ടറിയൻ ഉണ്ടെങ്കിൽ ഒരു ഫീമെയിൽക്ക് ഒരു കോംറേഞ്ച് ഉണ്ടാവും. ഒരു 20 സ്ക്വയർ കിലോമീറ്റർ ഒരു മെയിലാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഫീമെയിൽ അല്ലെങ്കിൽ 2 ഫീമെയിൽ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി 10 സ്ക്വയർ കിലോമീറ്റർ കോംറേഞ്ച് ഉണ്ടാവും. അങ്ങനെയല്ല, നമ്മളത് വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു മെയിൽ ഒരു ഫീമെയിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സൈറ്റിങ് കണ്ടു, പക്ഷേ അന്നൊരു മെയിൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഒരു മെയിലും ഫീമെയിൽ കാണണമെങ്കിൽ ചിലപ്പോൾ അത് വേറെ ആയിരിക്കും. ഒരു മെയിൽ അത് തന്നെ ആയിരിക്കും, ഫീമെയിൽ വേറെ ആയിരിക്കും. അങ്ങനെ അല്ല ചിലപ്പോൾ 2 ഫീമെയിൽ ഒരു മെയിൽ മെയിൻ്റെനൻസ് ചെയ്യും. ചിലപ്പോൾ ഒരു മെയിലിന് ഒരു ഫീമെയിൽ ഉണ്ടാവും. അങ്ങനെയാണ്. സൗണ്ടാണല്ലോ സൺബേർഡിൻ്റെ. അതല്ല സർ, അത് ഗ്രീൻ ബാർബിറ്റാണ്. വെച്ച് നോക്കൂ സാർ. മരത്തിക്കായൻ്റെ ഇത് വലുത്. ഇതിൻ്റെ കായ മാൻ തിന്നും, പിന്നെ മളയണ്ണൻ തിന്നും, ഫ്ലൈൻ സ്ക്വയറിൽ തിന്നും, കരിങ്കുരങ്ങ്, പുള്ളിമണ്ണ്, പിന്നെ മ്ലാവൊക്കെ കഴിക്കുന്ന. അത് അതിൻ്റെ മുകളിലത്തെ ഇത് മാത്രം തിന്നും. പക്ഷെ അതിൻ്റെ ഉള്ളിലത്തെ ആ വിത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ചെറുതായിട്ടിരിക്കുന്ന ഒരു പരലാണ് അത് നമ്മൾ കഴിക്കുന്നത്. ഇല്ല സാർ, ഇത് അങ്ങനെ ശേഖരിക്കാറില്ല. നമ്മളൊരു 10-20 തന്നെ. അതിൻ്റെ കൂടുതൽ തിന്നു കഴിഞ്ഞാൽ ഡോസ് പോലെ ആവും. നമുക്ക് ഡോസാവും. നിങ്ങൾ 20 കടലപ്പോലെ ഇരിക്കുന്നില്ല, ഒരു 20 എണ്ണം കഴിച്ചാൽ തന്നെ ചെറുതായിട്ട് തല കറങ്ങും. അങ്ങനത്തെ സാധനമാണിത്. അതിനു വേണ്ടി ആരും തിന്നില്ല, എടുക്കുമില്ല ഇതിൻ്റെ.
ഇത് മുള്ളം പന്നിയുടെ കാഷ്ടമാണ്. ഫ്രഷ് രാത്രി വന്നതായിരിക്കും സാർ. പിന്നെ എപ്പോഴും പിന്നെ കടുവ ഒരു മാറ്റിങ് സമയത്ത് നല്ല മുള്ളം പന്നിൻ്റെ കൊർക്കിഫൈൻ്റെ നല്ല മൂവ്മെൻ്റ് ആയിരിക്കും. സൈറ്റിങ് നല്ല സൈറ്റിങ് ആയിരിക്കും. ഇന്നലെ കണ്ട ടീമാണ്. ഈ നേരത്തെ ഇത് പോകുന്ന കണ്ടില്ലേ കാട്ടുപോത്ത്, അതുപോലെ ഈ അറ്റാക്കുകൾ വല്ലതും വരാറുണ്ട്? ഇതിപ്പോൾ ഒഴിഞ്ഞു ഉണ്ട് സാർ. അതെങ്ങനെയാണ്? ഇപ്പോൾ ഒരാളിനെ കഴിഞ്ഞ മാസത്ത് ഈ മാസം 8-ാം തീയതി 9-ാം തീയതി ഒരാളിനെ അടിച്ചു. ആണല്ലേ? കരിമല തൂവാരപ്പുഴ പറഞ്ഞ സ്ഥലത്ത്. അത് ഒരു 4 പേര് പോയിട്ടുണ്ട്. ഫീൽഡ് പോയപ്പോൾ ഒരാളിനെ അടിച്ചു, വാച്ചറിനെ. എന്താ അടിച്ചേ? കാട്ടുപോത്ത് അടിച്ചിട്ട് ഈ ഇക്കത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊമ്പ് അകത്തേക്ക് വന്ന് ഇവിടെ 5 എല്ല് ക്രാക്കായി. ഈ വാരിയെല്ല്. ആശുപത്രിയിൽ ഇന്ന് ഡിസ്ചാർജ് തോന്നുന്നു. ഇന്നോ നാളെയാണോ ഡിസ്ചാർജ് പറഞ്ഞേ. അതെന്താ പറ്റിയത് പെട്ടെന്ന്? അത് ഫീൽഡ് പോകുമ്പോൾ ചിലപ്പോൾ 2 മെയിൽ ഉടക്കായിരിക്കും സാർ. ഭയങ്കര ഉടക്ക് ആകുമ്പോൾ ഒരു കൂട്ടത്തിൽ ഒരു മെയിലേ പാടുള്ളൂ. അപ്പം ഏതാണ് ആരോഗ്യം കൂടുതലിരിക്കുന്ന ഒരു കാട്ടുപോത്തിന്, ആരോഗ്യം കുറവുള്ള കാട്ടുപോത്തിനും, ഈ ആരോഗ്യം കൂടുതലിരിക്കുന്ന കാട്ടുപോത്ത് ആരോഗ്യം കുറവുള്ള കാട്ടുപോത്തിനും അടിച്ചോട്ടി. അപ്പം അങ്ങനെ ഒരു ഉടക്കുണ്ടായിരിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് ഇറങ്ങും. അത് ശരി. അപ്പോഴാണ് നമ്മൾ മാറാൻ പറ്റിയില്ല അല്ലേ? മാറാൻ പറ്റാതായി മുന്നിൽ വന്നത്. അങ്ങനെയാണ് ആളിനെ അടിച്ചത്. നമ്മൾ മാറി നടന്നാലും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം അല്ലേ? സംഭവിക്കാം. എന്നെ 2010 2 കാലിന് ചവിട്ടിയിട്ട് പോയി പോത്ത്. ആണല്ലേ? മാത്രമാണോ അങ്ങനെ ചെയ്തിട്ടില്ല? പോത്ത് മാത്രം. പിന്നെ കരടി ഉണ്ടല്ലേ? കരടി ഉണ്ട്. ആനയെ അടിച്ചിട്ട് ഒരു ഫോറസ്റ്റിനെ കാലിനെ പൊട്ടിച്ച്, കാല് ചവിട്ടി പൊട്ടിച്ച് ഒരു ഫോറസ്റ്റിനെ. പിന്നെ ഈ കരടി കടിച്ചിട്ട് ഒരാളിനെ നമുക്ക് നാച്ചുറലിസ്റ്റ് തന്നെ മാകാളി നിങ്ങൾക്ക് കണ്ടു കാണും. ഒരു ആനപ്പാടിയിൽ നാച്ചുറലിസ്റ്റിനെ തന്നെ കടിച്ച് ഈ കയ്യിനെ പൊട്ടിച്ച് ഈ മുഖമൊക്കെ ഇങ്ങനെ മൊത്തം കടിച്ച് ഇങ്ങനെ വലിച്ചിട്ട് ഈ തോല് മൊത്തം ഇങ്ങനെ താഴേക്ക് വന്നു, ചുണ്ടടക്കം ഇങ്ങനെ തൂങ്ങിപ്പോയി. അങ്ങനത്തെ കടിച്ച് ആകെ നാശക്കേടാക്കി. എന്തോ ഒരു ഭാഗ്യം ജീവിച്ച്. അത് കൂടെ പോയാൽ ഈ ടൂറിസ്റ്റും കൂടി ഓടി ചെന്ന് സൗണ്ട് ഇട്ടിട്ട് ഓടിയതാ. അല്ലെങ്കിൽ അടിച്ചു കൊന്നു. 2 കരടിയാണ്. ഒരു കരടി ഉണ്ടെങ്കിൽ അങ്ങൊരു ദഗരിയായിട്ട് ഓട്ടിക്കുന്ന ആളാണ്. പക്ഷെ 2 കരടി ഉള്ളപ്പോൾ ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി. അങ്ങനെയാണ് ആളിനെ കടിച്ച് ആകെ കയ്യൊക്കെ പൊട്ടിച്ച്. അങ്ങനെ പിന്നെ എനിക്ക് സംഭവിച്ചത്, ഞങ്ങളന്ന് 2010 ടൈഗർ സെൻസസ് ആയിരുന്നു. 6 ദിവസം പരിപാടി. 3 ദിവസം കാർണേഴ്സിൻ്റെയും
സർവേയുടെയും 3 ദിവസം ട്രാൻസെറ്റ് എടുക്കണം. അങ്ങനെ പോയി പോകുമ്പോൾ ആദ്യത്തെ ദിവസം പോയതാണ് തൂത്തംപാറ എന്ന് പറഞ്ഞ ട്രക്ക് പാത്തിൽ. തൂത്തംപാറ ട്രക്ക് പാത്തിൽ പോയിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് എന്ന് വെച്ചാൽ ഒരു കട്ടിങ് 2 ഒരെണ്ണം ഓടി ഭയങ്കര വളക്കാം അവിടെ. അപ്പം ഞാൻ കുറച്ച് ദൂരം മുമ്പ് ഒരു 50 മീറ്റർ മുന്നേ തന്നെ കണ്ട് ഞാൻ പറയുന്നുണ്ട് കാട്ടുപോത്ത് പോയിട്ടുണ്ട്, എന്തോ സംഭവിച്ച ചെറിയ ചെറിയ ചോരൊക്കെ ഉണ്ട് അവിടെ ഇലയിൽ. അപ്പോൾ ആ സമയത്ത് ഫക്ക് മാർക്കും ഉണ്ട്. നമുക്ക് ഈ സർവേ കാർണിവേഴ്സിൻ്റെ സർവേ ഈ വൈൽഡ് സ്കാറ്റ്, ലെപ്പേർഡ് സ്കാറ്റ്, സ്ക്രാപ്പ് മാർക്ക്, ടൈഗർ സ്ക്രാപ്പ് മാർക്ക് സ്കാറ്റ്, അതേപോലെ ഈ തറയിൽ മാന്തിയുടെ സ്ക്രാപ്പ് മാർക്ക്, പിന്നെ റേക്ക് മാർക്ക്, മരത്തിൽ മാന്തി അടയാളങ്ങൾ, ഇതൊക്കെ നമ്മളൊരു എൻട്രി ചെയ്ത് പോകണം. അതാണ് കാർണിവേഴ്സിൻ്റെ സർവേ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ 2 കാട്ടുപോത്ത് ഒരെണ്ണം ഓടി, ഒരെണ്ണം ഈ മരത്തിൽ ഇത്ര ദൂരം കടന്നു കിടക്കുകയായിരുന്നു താഴെ. ഒരെണ്ണം ഞങ്ങളെ കണ്ടു ഈ എണീറ്റ് വന്ന് ഒരു വരവ് നേരെ എൻ്റെ അടുത്തേക്ക്. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ മുന്നിൽ പെട്ടതാ. അല്ലെങ്കിൽ അയാളിനെ കൊന്നു കാണാം. അയാൾക്ക് ഊട്ടിയിൽ നിന്നാണ് വന്ന ആള്. അങ്ങനെ പെട്ടു. പിന്നെ ഒരു 3 മാസമൊക്കെ റെസ്റ്റ് വന്നു. 2 കാലം ഈ കാലം ഇല്ല. ഞാൻ ഒരു കല്ലിൻ്റെ അവിടെ കിടന്നതാ കാട്ടുപോത്ത്. ഞാൻ വിചാരിച്ച് കല്ല് ചാടി പോകുന്നു വിചാരിച്ചു. കല്ല് ചാടിയില്ല, സൈഡ് കൂടി വന്നപ്പോൾ 2 കാലിനെ ചവിട്ടി. അങ്ങനെയാണ് സംഭവിച്ചത്. ടൈഗർ അല്ല, ടൈഗർ അല്ല, കാട്ടുപോത്ത. ടൈഗർ അങ്ങനെ വന്നിട്ടില്ല സാറേ. നമ്മളെ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് സാറേ. ചാർജ് ചെയ്യുന്ന വെച്ചാൽ വന്നൊന്നും നമ്മൾ ഓടാനൊന്നും പറ്റത്തില്ലല്ലോ. ഏതായാലും കടുവേനെയും ലെപ്പേർഡിനെ മുമ്പ് ഓടാനൊന്നും പറ്റില്ല, ഓടിയൊന്നും ജയിക്കാൻ പറ്റത്തില്ല. അവരപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ചെറുതായിട്ടൊരു വിരലും കൊണ്ട് ഇങ്ങനെ നോണ്ടിയാൽ മതി നഖത്തിൽ, നമ്മളവിടെ കിടക്കും. നമ്മളെ കൊല്ലം ചെയ്യും, തിന്നും ചെയ്യും. അപ്പോൾ ആ രീതിക്കല്ലാണ്ട് ഒന്ന് എണീറ്റ് നിൽക്കുക, അല്ലെങ്കിൽ അതിന് സ്ഥിരം എന്തെങ്കിലും ഒരു സൗണ്ട് ഇട്ടിട്ട് നമ്മൾ പരിചയപ്പെടുത്തണം. ഒന്ന് സിഗ്നൽ, എന്തെങ്കിലും ഒരു സിഗ്നൽ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സിഗ്നൽ എന്ന് കാണിക്കും, അങ്ങനെ കാണിക്കുമ്പോൾ തിരിഞ്ഞ് നോക്കുക തന്നെ. അങ്ങനെയൊക്കെ ഉണ്ട് കടുവ. ശരി, കടുവയായിട്ട് പരിചയമായി, സൗഹൃദം ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു സൗണ്ട് ആക്കണം. അപ്പം നമ്മൾക്ക് വെറുതെ പോയി കണ്ടു വന്നു എന്നല്ല, സ്ഥിരം കാണുന്ന കടുവയ്ക്ക് എന്തെങ്കിലും ഒരു പ്രാക്ടീസ് വേണം. അപ്പം നമ്മുടെ അടുത്തുനിന്ന് അതിന് നമ്മളെ കൊണ്ടൊരു ശല്യമില്ല, ഇത് അവനാണ് വരുന്നവൻ എന്ന് പറയുന്നത് അതിന് അറിയണം. പക്ഷെ പുതിയ ആൾക്കാർ വന്നാൽ ചിലപ്പോൾ ചീറ്റായിരിക്കും. പക്ഷെ പഴയ നമ്മളെ സ്ഥിരം കാണുന്നതാണെങ്കിൽ അവനെ കൊണ്ട് ഒരു ശല്യമില്ല പറഞ്ഞപ്പോൾ മുണ്ട് കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ഉണ്ട് കടുവ. ലെപ്പേർഡ് എങ്ങനെയാണ് പറയാൻ പറ്റില്ല. ലെപ്പേർഡ് ചാർജ് ചെയ്യുന്നവനാണ്. ഇതുവരെ ഇവിടെ പറമ്പിക്കുളത്തിൽ ഇതുവരെ ആറിനെയും ശല്യം ചെയ്തിട്ടില്ല, ചാർജ് ചെയ്തിട്ടില്ല. കടുവയും ലെപ്പേർഡും ഇത്ര അടുത്തൊക്കെ ഇരുന്നിട്ടുണ്ട്. ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഇരിക്കുന്നവൻ എണ്ണി നിന്നാൽ മതി, അല്ലെങ്കിൽ അവൻ്റെ കൂടെ സംസാരിക്കുക എന്തെങ്കിലും. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇത്ര അടുത്തെത്തി കടുവ. അത് എൻ്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ഞാൻ പറയാണ്, കടുവ വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന്. ചാർജ് ചെയ്യാൻ വേണ്ടി വരികയാണ് ഞാൻ പറയുകയാണ്. ഇന്ന് തൊട്ടടുത്ത് എത്തി. ശരി, അടുത്ത് ഇപ്പൊ വളരെ തൊട്ടടുത്ത്. ശരി, ഓടിപ്പോയല്ലേ? ഇത്രേ ഉള്ളൂ. എന്ന് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ എണ്ണീറ്റ് നിൽക്കണം. എണ്ണീറ്റ് നിന്നാൽ നമ്മളെ മനുഷ്യരാണ് പറഞ്ഞത്. അവനെ സ്ഥിരം കാണുന്നുണ്ടെന്ന് ഈ ടൈഗറിന്. ഏത് ഫീമെയിൽ അത് പേരുണ്ടോ അതിന്? പേര് അങ്ങനെയൊന്നും അല്ല സാർ. പേര് ഒക്കെ 40 ടൈഗർ, 35, 38, 40 ഉണ്ട്. 40 കടുവയിലൊരു 4, 3 ചെത്തിട്ടുണ്ട്. അപ്പം അത് ഇപ്പോൾ കൂടുതലാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ 2024 ഇപ്പോൾ ക്യാമറ ട്രാപ്പ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതൊരു അവാർഡ് കിട്ടിയതാണ് എനിക്ക്. ആണോ? എവിടുന്ന അവാർഡ്? തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു ബെസ്റ്റ് അവാർഡായിട്ട് കിട്ടിയാണ്. ശരി. ഇത് 5 ഒരുമിച്ച് ഉണ്ടല്ലേ? ഒരു ഫ്രെയിമിൽ ഒറ്റ 5. ശരി, അത് അടിപൊളിയാണ്. അത് എവിടെയായിരുന്നത്? ഈ തെള്ളിക്കല്ല് പറഞ്ഞ സ്ഥലത്ത് സാർ. അതെന്നാ സംഭവം? 2010 ഫെബ്രുവരി 2-ാം തീയതി.
ഡേറ്റ് ഒന്നും മറന്നിട്ടില്ല. ഇല്ല സാറേ, മറക്കില്ല. അത്രയും ഭയങ്കര കാഴ്ചയാണ്. അങ്ങനത്തെ ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഒറ്റയ്ക്കായിരുന്നു അന്ന്. ഒറ്റയ്ക്കായിരുന്നോ? ഒറ്റയ്ക്കായിരുന്നു, വേറെ ആരുമില്ല കൂടെ. അന്ന് ബക്കർ സാർ, ബക്കർ സാർ റേഞ്ച് ഓഫീസർ, പരമക്കുളം റേഞ്ച് ഓഫീസർ ഒരു 3 മാസം എന്തോ വന്നിട്ടില്ല, പുതിയ റേഞ്ചർ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ പരമക്കുളം ഇൻചാർജ് നമ്മുടെ ഉറുകുമ്പൻ റേഞ്ച് ഓഫീസർക്കായിരുന്നു. അപ്പോൾ ആ റേഞ്ച് ഓഫീസർ ഇരിക്കുമ്പോൾ അപ്പോഴൊക്കെ അതായത് റേറുള്ള അനിമൽക്ക് കണ്ടു കഴിഞ്ഞാൽ വയർലെസ്സിൽ മെസ്സേജ് കൊടുക്കണം. ഇപ്പോൾ കടുവ കണ്ടു, ഇല്ല ലെപ്പാഡ് കണ്ടു എന്ന് വെച്ച് ഇത്ര കടുവ എത്ര മണിക്ക് വന്നു, ഇത് ലെപ്പേർഡ് സ്കാറ്റാണ്. ലെപ്പേർഡിൻ്റെ ലെപ്പേർഡ് സ്കാറ്റ്, ഇത് സ്ക്രാപ്പ് മാർക്ക്. ഇത് സ്ഥിരം ഒറ്റൊരുത്തം വരുന്ന റൂട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അത് സ്ക്രാപ്പ് മാർക്ക് ചെയ്യുന്നത്, ടെറിട്ടറിയൻ. അപ്പം ഇവിടെ നിന്നും പോയി എപ്പോഴും സ്ഥിരം കാണാറുണ്ടെന്ന്. കടുവേനെ കണ്ടു പറയുമ്പോൾ പറയും, ഇവിടെ ജനിച്ചു വളർന്ന് ഇത്ര വലിയ ആളായിട്ടുണ്ടെന്നാണ് ഇതുവരെ ഒരു കടുവ കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ കാണും, ഇല്ലെങ്കിലില്ല. ഇവ 5 തന്നെ കണ്ടത്ര, എന്തിനടാ നുണ പറയുന്നതെന്ന് പറയും. അങ്ങനെ പറയല്ലേ? അങ്ങനെ തന്നെ പറയും. ഇതെന്താണ്? ഇതാണൊരു വൈൽഡ് ഡൗണിൻ്റെ ആണോ ഇല്ല ഒന്നുണ്ട് അതിൽ ചെറുതായിട്ട്. അപ്പോൾ സ്ഥിരം ഞാൻ കാണുന്നവരുണ്ട്, സ്ഥിരം ഫീൽഡ് എപ്പോഴും ഇപ്പോഴും ഇന്നും എപ്പോഴും നോക്കിയാൽ ഞാൻ കാട്ടിൽ തന്നെ. കാട് എനിക്ക് അത്ര ഇഷ്ടമാണ്. കാടില്ലെങ്കിൽ എൻ്റെ ജീവനില്ല പോലെ. കടുവ എന്ന് വെച്ചാൽ മരണമാണ് എനിക്ക്. അതെ, അത്ര ഒരു പ്രാന്തനാണ് കടുവ പ്രാന്തൻ എന്ന് വെച്ചാൽ. അങ്ങനെ ഞാനീ പ്രഭു എൻ്റെ നൻപനാ, എൻ്റെ ഫ്രണ്ടാണ്, ഉയിർ നൻപൻ പറഞ്ഞ ഇയാള് പറ്റാണ്. അതെ, അപ്പോൾ 2 ആൾ എപ്പോഴും കാട്ടിൽ തന്നെ. ഇവൻ വന്നിട്ട് ഞാൻ പോകും, ഞാൻ പോയിട്ടെങ്കിൽ ഇവൻ വിളിക്കും. അങ്ങനെ മാറി 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 പോകും. ചില മാസങ്ങളൊക്കെ 36 തവണ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കടുവേനെ. ചിലപ്പോൾ കണ്ടതായിരിക്കും, ചിലപ്പോൾ വേറെ ആയിരിക്കാം. പക്ഷെ ആ 36 തവണ എടുത്തതിലും ഫോട്ടോ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതെ, ഈ 5 എണ്ണം കിട്ടുന്നത് അന്ന്. പിന്നെ ഞാൻ ശരി, ഇവര് വലിയവരാരും വിശ്വസിക്കുന്നില്ല. എത്ര എണ്ണം കണ്ടു സാർ പറഞ്ഞു, വയർലെസ്സിൽ പറഞ്ഞ്. അപ്പോൾ അവിടെ എൻട്രി ചെയ്ത് വെക്കും, ഇത്രാം തീയതി ഇത്ര സമയത്തിന് ഇന്ന സ്ഥലത്ത് ഇന്ന റേഞ്ചിൽ ഇന്ന സെക്ഷനിൽ ഇന്ന ആൾ കണ്ടതായിട്ട് അവിടെ രേഖപ്പെടുത്തും. അങ്ങനെ ആണ് ഇരുന്നത് നേരത്തെ. ഇപ്പം അങ്ങനെ ഉണ്ട് തോന്നുന്നു, ഇപ്പം ഉണ്ടാവും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്നാൽ ഇങ്ങനെ എൻ്റെ അമ്മാമ്മനെ വിളിച്ച് ഒരു ക്യാമറ വാങ്ങിത്തരും. അവങ്ങൊരു ചെറിയൊരു ക്യാമറ, 3000 രൂപയ്ക്ക് ഒരു ക്യാമറ വാങ്ങിക്കും, സോണിയുടെ. അതിൽ 2 ബാറ്ററി ഇടണം. ആ ബാറ്ററി ചാർജ് കഴിഞ്ഞാൽ പിന്നെ ചാർജ് ഇത് ബംഗോളി ടോപ്പ്, ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ടോപ്പിലേക്ക്. അവിടെ ക്യാമ്പ് ഷെഡ് ഉണ്ട്. അവിടെ ഇപ്പോഴും സാറന്മാർ, കുറച്ച് ഗാർഡൊക്കെ താമസിക്കുന്നുണ്ട്, വാച്ചർമാർ താമസിക്കും. ടോപ്പ് വരെ വണ്ടി പോകും, ബംഗോളി ടോപ്പ്. എന്നിട്ട് ബാറ്ററിയൊക്കെ ചാർജ് ചെയ്ത് റീചാർജ് ചെയ്ത് നേരത്തെ പോയി ഞാൻ അവിടെ കാത്തിരുന്ന് ഇരുന്നിരുന്ന്. അതിൻ്റെ തലേ ദിവസം ഒരാഴ്ച മുമ്പ് 2-3 ദിവസം മുമ്പൊക്കെ ഞാൻ കാണാറുണ്ട് ഫക്ക് മാർക്ക്, കുറേ ഫക്ക് മാർക്ക് ഉണ്ടാകും. അപ്പം ഇത് ഒരെണ്ണം അല്ലല്ലോ, 2-3 ആയിരിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ ഫക്ക് മാർക്കൊക്കെ ഫോട്ടോ എടുത്തിട്ട് വരും. അപ്പോൾ ഒരു ദിവസം ഈ ഫെബ്രുവരി 2010 ഫെബ്രുവരി 2-ാം തീയതി പോയിട്ട് ഈ ഉണക്കമരം ഇല്ലേ, ഇത്ര ദൂരം, ഈ ഉണക്കമരത്തിൻ്റെ ഇത്ര ദൂരം വീതിയാണ് ആ പുഴ. വലിയ പുഴയാ, തെല്ലിക്കൽ പുഴ. എന്നിട്ട് അക്കരയിലായിരുന്നു ഞാൻ ഇരുന്ന്. ചിലപ്പോൾ ഇവിടുന്ന് ഇത്ര ദൂരം നടന്നു പോകുന്ന ക്ഷീണത്തിൽ ഒരു വെള്ളം എന്തെങ്കിലും ബിസ്ക്കറ്റ് കുടിച്ചിട്ട് അങ്ങനെ ചെറുതായിട്ടൊരു ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ താളെ മരത്തിലിരിക്കേണ്ട ആവശ്യം താളെ തന്നെ നിലത്തിലിരുന്നു. ആദ്യം ഒരു കട ഒന്നൊരു സൗണ്ട് ഇട്ടു. അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. കൈയൊക്കെ ചെറുതായി ആദ്യമായിട്ടല്ലേ, അതിനെ മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഫോട്ടോ എടുക്കുന്ന കടവ് ഇത് ആദ്യമായിട്ടാണ്, 5 എണ്ണത്തിനെയാണ്. പിന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കുക, കൈ ലേശം വിറയ്ക്കുന്നുണ്ട്, കുഴപ്പമില്ല, ധൈര്യമായിട്ടിരുന്നു. അതിന് മൊത്തം 1, 2, 3, 4, 5 അങ്ങനെ വന്ന് മൊത്തം ഫ്രെയിം എടുത്തത് ഫോട്ടോ. അങ്ങനെ എല്ലാവരും എന്നിട്ട് അന്ന് അന്നൊക്കെ വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിരുന്നു. 285 സ്ക്വയർ കിലോമീറ്റർ വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിരുന്നു പറമ്പിക്കുളം. ഇപ്പം ടൈഗർ റിസർവ് ആയിട്ടില്ല. ഈ ടൈഗർ റിസർവ് ആകാൻ ഒരു 8 ദിവസം മുമ്പാണ് ഈ പടം കിട്ടുന്നതിന്. ഈ പടം കിട്ടുന്നത് 8-10 ദിവസം മുമ്പാണ് ഈ ഫോട്ടോ കിട്ടുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞ് അവിടെ നിന്നൊരു മണലൊക്കെ അന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ടാക്ടറി അവിടെ അണക്കൽ വയൽ ആ ഏരിയക്ക് മണലെടുക്കാൻ വരും. അപ്പോൾ അത് കയറി ഞാൻ വന്നു ഇവിടെ പറഞ്ഞ്
പറഞ്ഞപ്പോൾ ഇവിടെ DFO സഞ്ജയ് കുമാർ സാർ നല്ല മഹാരാജനാണ്. നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്കൊക്കെ. മറക്കാൻ ജീവിതത്തിൽ ജീവനുള്ളവരെ അങ്ങ് പറഞ്ഞാൽ മറക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ പറഞ്ഞു ഇതുപോലെ സാർ 5 ടൈഗറിനെ കണ്ടു സാർ. എവിടെ വെച്ച് കണ്ടു? ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു. പടം കിട്ടിയെന്നും തോന്നുന്നു സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ എന്നെ ആനപ്പാടി വരാൻ പറഞ്ഞു. ആനപ്പാടി പോയി ഫോട്ടോ ഒക്കെ നോക്കി എടുത്ത് ഇത് ഫ്രെയിമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെ എടുത്താൽ എനിക്കൊരു ഡൗട്ടായി. അങ്ങനെ അത്രയും ഒരു ഹാപ്പിയായി അവർക്ക്. കാരണം അത് കഴിഞ്ഞിട്ടാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ടൈഗർ നിയമിക്കുന്നത്. അപ്പോൾ വനവകുപ്പ് മന്ത്രി ഒരു പേരൊന്ന് കറിഞ്ഞൂടാ വന്നിട്ട് ഇവിടെ എന്താ കടവരിക്കുക, ആരാ പറഞ്ഞത് കടവര സംഗീതമായിട്ട് മാറാണെങ്കിൽ കടവ് ഉണ്ടാവും ഇവിടെ. അപ്പോൾ എൻ്റെ പടം കാണിക്കുന്ന അവിടെ ഇത് കടവ്, ഇത്തരം കടവ് ഇവിടെ എടുത്തതാണ്. അങ്ങനെ കടവ റിസർച്ചായി കടവ സംഗീതമായി മാറിയത്, കടവ റിസർവായിട്ട്. അങ്ങനെ അത് ഭയങ്കര നടത്തവാ. ഇവിടുന്ന് നടന്ന് തെല്ലിക്കല്ല് പോവും. തെല്ലിക്കല്ല് നടന്ന് പുഴ കൂടി തന്നെ ഒരു 8 കിലോമീറ്റർ പുഴ കൂടി മണലാ, ഫുൾ മണലാ. നടക്കാൻ പറ്റുമോ? ഒരു ദിവസം കൊണ്ട് പോവോ? ഒറ്റ ദിവസം കൊണ്ട് 50 കിലോമീറ്റർ നടക്കും. 25 കിലോമീറ്റർ അവിടെ നിന്ന് 25 കിലോമീറ്റർ എങ്ങനെ വരും? ഓ എന്നാലും ഈ അങ്ങനെ പിന്നെ ആക്റ്റീവായി നിൽക്കുന്നുണ്ടേ അങ്ങനെ ഒരു അത് കാട്. അതെ സാർ. അപ്പൊ കാട് നമുക്ക് എപ്പോഴും ചതിക്കില്ല, ചതിച്ചാൽ മനുഷ്യരെ ചതിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാട്ടിൽ എവിടെ പോയാലും കടന്നുറങ്ങും. കടന്നുറങ്ങാനൊക്കെ ഉണ്ട്. കടുവ ഇത്ര ദൂരം ഞാൻ ഉറങ്ങുന്നുണ്ട്, അതാ തേക്ക് ഇത്ര ദൂരം കടുവ കടന്നുറങ്ങുന്നു അവർക്ക്. അങ്ങനെയൊക്കെയാണ്. ഞാൻ എണ്ട് നോക്കുമ്പോ എന്നെ ഇപ്പുറത്തും സാമ്പാർ, അപ്പുറത്തും സാമ്പാർ, നന്നായിട്ട് പുല്ല് തിന്ന് നിൽക്കണം. നല്ല ഉറക്കം. എനിക്ക് ഉറക്കം ഇത്ര ദൂരം നടന്ന ക്ഷീണത്തില് ഞാൻ എന്ത് വിചാരം വീട്ടിലാണ് കിടന്നുറങ്ങുന്നതെന്ന്. എണ്ട് നോക്കുമ്പോ 4 മണി അവിടെ തന്നെ ആയി. പിന്നെ എണ്ട് കടുവേനൊക്കെ ഫോട്ടോ എടുത്തിട്ട് അവിടുന്ന് ബോട്ട് വന്ന് 5:30-6 മണിക്ക് ഇവിടെ എത്തി. അങ്ങനെ പിന്നെ കണ്ടിട്ടേ തിരിക്കുള്ളൂ. ഫ്രഷ് ബഗ്മാർക്ക് എനിക്കറിയാം സാർ. ഇത് അതേപോലെ നമുക്ക് സ്ഥിരം കാണുന്നതാണ്. ഒരു 8 കിലോമീറ്ററിന്റെ അകത്ത് ഇന്ന് ഇവിടെ കണ്ട നാളെ എവിടെ ഉണ്ടാകും, മറ്റൊന്ന് എവിടെ ഉണ്ടാകുന്ന ആലോചിക്കുന്നതിനാണ്. അപ്പൊ ഇന്ന് ഇവിടെ കണ്ടു, ചിലപ്പോൾ സാർ നാളെ വന്ന് ചോദിക്കും എനിക്ക് ഇന്ന് കടുവനെ കാണാൻ ശ്രേണി പറഞ്ഞു. അപ്പൊ ഇന്ന സ്ഥലത്ത് പോയ കടുവനെ കാണാം. ശരി സാർ, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും സാർ. ഉറപ്പ് പറയാൻ പറ്റില്ല, കാടാണല്ലോ. പോയി നോക്കുമ്പോ ഇത് ഒരു ദൈവം തന്ന പോലെ പറഞ്ഞ പോലെ അവിടെ കടന്നുറങ്ങും. അതെ സാറേ, കടന്നുറങ്ങുന്നു. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, ഓരോ തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ടൈഗർ ശ്രീനിയായി ഇവിടെ മാറിയത്. ടൈഗർ ശ്രീനി ടൈഗർ ശ്രീനി എന്നാ വിളിക്കുന്നത്. അത് 5 പടമെടുത്തോടുകൂടി വേറെ ആർക്കും. അത് ഗൂഗിളില് യൂട്യൂബിൽ ടൈഗർ ശ്രീനി പറമ്പിക്കുളം എന്ന് പറഞ്ഞ, ടൈഗർ ശ്രീനിവാസൻ പറമ്പിക്കുളം പറഞ്ഞ ഡോക്യുമെന്ററി ഒക്കെ കുറെ ഉണ്ട്. ലാസ്റ്റ് 19-20 ഒരു നാഷണൽ അവാർഡ് വാങ്ങിച്ചു. എന്താ അവാർഡ്? ബെസ്റ്റ് വാച്ചർ സ്റ്റാഫ് പറഞ്ഞിട്ട് NDC ഡൽഹിയിൽ നിന്ന്. അന്ന് കൊറോണ ഒരു 3 ദിവസം മുമ്പാണ് ഈ അവാർഡ് കിട്ടുന്നതിനൊക്കെ ഡൽഹി പോകണം പറഞ്ഞിട്ട് നമ്മളൊക്കെ റെഡിയായി. പിന്നെ നോക്കുന്ന അവിടെ പോകണ്ട, ഇപ്പോൾ കോവിഡാണ്, അത് തടസ്സമാക്കി പറഞ്ഞിട്ട് പിന്നെ 1 ലക്ഷം രൂപ ക്യാഷ് കിട്ടി. 1 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടു. അവർ ക്യാമറ ഒടുക്കത്ര വെയിറ്റ്, ഒരു 500mm ഉണ്ട്. ഇപ്പോൾ ഒരു 300mm ഉണ്ട്. അപ്പോൾ അതിൽ 2 ക്യാമറ ഉണ്ട്. ഒന്നിപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം വാങ്ങിച്ചു. 1 ലക്ഷം രൂപ ലോൺ FD എടുത്തിട്ട് 1 ലക്ഷം ലോൺ എടുത്തിട്ട് അത് ഒരെണ്ണം വാങ്ങിച്ചു. ക്യാമറയും ലെൻസും അത് 1 ലക്ഷം രൂപ വന്നു. പിന്നെ ഒരു ഫോൺസർ ലെൻസ് കിട്ടിയിട്ടുണ്ട് 500. അത് നിക്കോണിന്റെ തന്നെ ക്യാമറ, നിക്കോൺ ലെൻസ് നിക്കോണിന്റെ ആണ് 7500 D7500. നല്ല അടിപൊളി നല്ല ക്യാമറ, വീഡിയോ ഒക്കെ പക്കവാണ്. ഇപ്പം അത് കിട്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ടൈഗറും വീഡിയോയും എടുത്തിട്ടുണ്ട്. ഒന്നും ഇടില്ല സാർ, യൂട്യൂബിൽ ഞാനിടില്ല. വേറെ ആരെങ്കിലും ഡോക്യുമെന്ററി ചെയ്തിട്ട് എൻ്റെ അടുത്തുനിന്ന്
വീഡിയോ വാങ്ങിച്ചിട്ട് ഇട്ടാലേ ഇട്ടിട്ടുണ്ട്. ഉള്ളൂ. അങ്ങനെ ഞാൻ ഇടാറില്ല, എനിക്കതിനുള്ള വിദ്യാഭ്യാസമില്ല, കുറച്ചേ ഉള്ളൂ. എനിക്ക് ഞാൻ പഠിച്ചത് പഠിക്കാവുന്നേ ഉള്ളൂ. 5 വരെ പഠിച്ചിട്ടുള്ളൂ തമിഴാ, ഓ അക്ഷരങ്ങളൊന്നും അറിഞ്ഞുകൂടാ എനിക്ക്. അത് ശരി. അങ്ങനെ പക്ഷേ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബിലോ വാട്സാപ്പിൽ എന്തെങ്കിലും 1-2 ഫോട്ടോ ഇടും, അതിങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാം ചെയ്യാൻ അറിഞ്ഞൂടാ, അതുപോലെ യൂട്യൂബിലോ ഒന്നും ഇടില്ല. പക്ഷെ കൊടുക്കുന്ന ഫോട്ടോ അങ്ങനെ സ്പാർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായി. കുറേ പടങ്ങളുണ്ട് സാറേ, ഇഷ്ടം പോലെ വീഡിയോയും ഫോട്ടോയും പാമ്പിൻ്റെയും ആനയുടെ കരട് എല്ലാ പടങ്ങളും ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ക്ഷേമിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇത് എപ്പോഴെങ്കിലും ഒരു ദിവസം യൂസ് ആകുന്ന ഒരു വിശ്വാസത്തിലാണ് വെച്ചിരിക്കുന്നത്. അത് ശരിയാണ്. ഭയങ്കര എപ്പോഴെങ്കിലും ഒരു ദിവസം ഫോണിലല്ലല്ലോ വേറെ വെച്ചിട്ടില്ലേ? അല്ല, വേറെ ഫൗണ്ടേഷൻ, ടൈഗർ ഫൗണ്ടേഷൻ ഓഫീസിൽ കുറച്ച് വെച്ചിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു 2 വർഷം 3 വർഷം എടുത്തായിട്ട് കുറച്ച് കാർഡിലുണ്ട്, മെമ്മറി കാർഡിൽ. അങ്ങനെ കുഞ്ഞു എല്ലാ വേനലും അതിൻ്റെ കൂടെ ആയിരിക്കും. ശരി. അങ്ങനെ അപ്പം അത് എന്നെ കാണും, ഇങ്ങനെ നോക്കും. ചിലപ്പോൾ തള്ള ഇങ്ങനെ നോക്കും, എന്നെ നോക്കിയിട്ട് ചീറ്റ് എന്നൊക്കെ കാണിക്കും. അപ്പം ഈ കുഞ്ഞുവെള്ളത്തിൽ മാറി നിൽക്കും. അങ്ങനെ ആയി. ഇപ്പം സ്ഥിരം നമ്മൾ കാണാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവർ 4 ആൾ അവിടെ കിടക്കാൻ തുടങ്ങി. നമ്മളെ കണ്ട് എണ്ണിട്ട് പോകില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് തന്നെ കാണും. ഈ ഒരു കുറച്ച് ഏരിയ ഉണ്ട് സാർ, അതിനകത്ത് തന്നെ കാണും. ഈ കുഞ്ഞുങ്ങളൊരു എത്ര പ്രായമായാലും മാറും? 3 വയസ്സ് വരെ. 3 വയസ്സ് വരെ. 3 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കിട്ടുന്ന ആഹാരം തികയില്ല. ഇപ്പോൾ ഒരു കാട്ടുപോത്തിനെ, ഒരു മ്ലാവിനെ പിടിക്കുകയാണെങ്കിൽ ഒരാഴ്ച ഒരു കടുവയ്ക്ക്. പക്ഷെ അത് 3-4 അഡൾട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കബ്ബാകുമ്പോൾ കുറച്ച് തിന്നുള്ളൂ, പാല് കുടിക്കും, കുറച്ച് ഇറച്ചിയും ഇതൊക്കെ തിന്നും. പക്ഷെ ഒരു 2 വയസ്സായി, അതായത് 2.5-3 വയസ്സാകുമ്പോൾ ഒരു മ്ലാവോ അല്ലെ പോത്ത് ഒരു ദിവസം തിന്നു തീർക്കും. അപ്പം വീണ്ടും ഒരെണ്ണം കിട്ടണമെങ്കിൽ ചിലപ്പോൾ അതൊരു 2 ആഴ്ച, ചിലപ്പോൾ ഒരു 4 ദിവസം 5 ദിവസം അത് ഫൈറ്റ് ചെയ്യണം. ചിലപ്പോൾ റിസ്ക് എടുക്കണം, എന്നാലും കിട്ടത്തില്ല. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ പട്ടിണി കിടക്കും, 10 ദിവസമൊക്കെ പട്ടിണി കിടക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ പെട്ടെന്ന് ഇതങ്ങ് സൈസ് ആവൂലേ? പെട്ടെന്ന് സാർ ഇത് പിടിച്ച ആ സ്പോട്ടിൽ ഞാൻ ചോദിക്കുന്ന ഈ ചെറിയ കപ്സില്ലേ, അത് വളരെ പെട്ടെന്ന് നമുക്ക് ചെറുതാണോ വലുതാണോ എന്ന് അറിയാത്ത രീതിയിൽ പെട്ടെന്ന് വളരും. അതായത് എത്ര നാളിൽ കൊണ്ട് ഒരു ശരിക്കുള്ള വലിയ ടൈഗറിന്റെ സൈസ് ആവുന്നത്? 3-3.5-4 വയസ്സാകുമ്പോൾ. 3 വയസ്സാകുമ്പോൾ തന്നെ തള്ള മെയിലും കബും ഡിഫറെൻ്റ് ആയിരിക്കത്തില്ല, നമുക്ക് ഒരേപോലെ ആയിരിക്കും. ശരി. നമുക്ക് ആ സ്ട്രൈപ്പ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇത് സ്ഥിരം കാണുന്ന ഫീമെയിലാണ്, ഇത് 3-4 കബ്ബാണ്. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ്. കരടിയാണ് കൂടുതൽ ഡേഞ്ചർ ഇവിടെ. ആന, കരടി, കാട്ടുപോത്ത്. കടുവ ലെപ്പാടും കൂടി നമ്മളെ കണ്ട് അപ്പം തന്നെ ഓടും. കൂടുതലും ഈ ഡേഞ്ചറുള്ള റിസ്ക് എടുക്കില്ല ആരും. അതെ. അപ്പം അതിൽ എൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, എന്നെയൊക്കെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. സത്യം. എന്താണ് അങ്ങനെയായിരുന്നു. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല സാറേ. ഞാൻ അവിടെ കിടക്കാൻ അവൻ കടന്ന് ചാകട്ടെ എന്ന് പറഞ്ഞു പോയ ആൾക്കാരുണ്ട്. ഞാൻ അപ്പം എൻ്റെ മനസ്സിൽ വിചാരിച്ച്, എന്നെങ്കിലും ഏതെങ്കിലും ഒരു വഴി കൂടി ദൈവം എന്നെ മുന്നിൽ കൊണ്ട് വർത്തിക്കണം. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇതിൻ്റെ പുറകെ പോയാ നമ്മൾ ഫസ്റ്റായി വരും. കടുവനെ സെലക്ട് ചെയ്തു. അങ്ങനെയാണ് കടുവന്റെ പുറകെ നടന്നത്. കടുവനെ കുറിച്ച് ഞാൻ പുസ്തകത്തിൽ പഠിച്ചിട്ടില്ല, പക്ഷെ പഠിച്ചത് അനുഭവം കൂടുതലുണ്ട്. ഇതിന്റെ താഴെ ഈ വയൽ അവിടെ വരെ ഉണ്ട്. ആ മഞ്ഞ ബോർഡൊന്നും അവിടെ വരെ ഉണ്ട് ആ വയല്. ഈ വയലിന്റെ താഴെ അല്ലെങ്കിൽ വയലിന്റെ ചോട്ട് ഇങ്ങനത്തെ വള്ളിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുക ആ പുലിപ്പുലി. അത് ലെപ്പേർഡാണ്, മനലസമായിട്ടിരിക്കുകയാണ്. പടം ഞാൻ കാണിച്ചു തരാം. കളർ മാറിയല്ലേ? കളർ വേറെയാ. ഇവിടെ ബ്ലാക്ക് പാന്തർ ഇല്ലല്ലോ അല്ലേ? ബ്ലാക്ക് പാന്തർ ഉണ്ട് സാർ. ഉണ്ട്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ക്യാമറ ട്രാപ്പിൽ കിട്ടിയിട്ടുണ്ട് സാർ. ക്യാമറ ട്രാപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതൊരു 6 എണ്ണം കഴിഞ്ഞ ഒരു പ്രാവശ്യം കിട്ടി പറഞ്ഞു. ആണല്ലേ? ബ്ലാക്ക് പാന്തറില്ലേ? ഇതിന്റെ ലെപ്പാട് കളർ ചേഞ്ച് ആയി. അതായത് പുലിപ്പുലി മെനാലസ ലെപ്പാട് മാറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ മെനാലസമായിട്ടിരിക്കുമ്പോൾ. ഈ ബ്ലാക്ക് പാന്തർ ഒരു പരിധി വരെ അങ്ങനെയല്ലേ? രണ്ടും ഇതൊരു കടുവയാ. ഇതാ അവിടെ റോട്ടിലാ. ആണല്ലേ? അവിടെ വന്ന് ഇത് കല്ലാണ്, ഇതൊരു മരമാ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ കിട്ടിയത് റോട്ടിൽ നിന്ന് തന്നെ, ഈ മെയിൻ റോട്ടിൽ നിന്ന്.
രണ്ടെണ്ണം അല്ലേ? രണ്ടെണ്ണം. ഇത് എവിടുന്ന്? ഈ കന്നിമാരനോ? അല്ല, അത് മറ്റേ ഫീമെയിൽ നമ്മളെ നോക്കി വരുവാണോ? നമ്മൾ നോക്കി വരിക. എന്താണത്? 3 കരടി. 3 കരടി അല്ലേ? ഓ, 1 2 3 എണ്ണം. ഓ.